ഇസ്രയേൽ പൗരനായ ഷക്കർ കഴിഞ്ഞ ദിവസം മുണ്ടക്കയംകാരനായ പ്രവീണിനെ ഫോണിൽ വിളിക്കുന്നു. സൗഹൃദ സംഭാഷണങ്ങൾക്കിടയിൽ വയനാട്ടിൽ സംഭവിച്ച ദുരന്തത്തെക്കുറിച്ചൊക്കെ സംസാരമുണ്ടായി. ഫോൺ സംഭാഷണം അവസാനിച്ച് കുറച്ചു കഴിഞ്ഞ് പ്രവീണിന് ഷക്കർ വക ഒരു മെസ്സേജ് വന്നു. കുറച്ചു പണം പ്രവീണിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. പ്രവീണിന്റെ പേരിൽ തന്നെ അത് CMDRFലേക്ക് ഡൊണേറ്റ് ചെയ്യുക. അക്കൗണ്ട് നോക്കിയ പ്രവീൺ കാണുന്നത് 2814 UK പൗണ്ട്സ്, അതായത് 3 ലക്ഷം രൂപ തൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയതാണ്. യാത്രകൾ ഇഷ്ടപ്പെടുന്ന പ്രവീൺ അങ്ങനെ ഒരു യാത്രക്കിടയിൽ ഹിമാചലിലെ സ്പിതി താഴ്വരയിൽ വെച്ച് 2018 അവിചാരിതമായി പരിചയപ്പെട്ടതാണ് ഷക്കറിനെ. ആ യാത്രയിൽ 2 ദിവസം അവർ ആ താഴ്വരയിൽ പലയിടങ്ങളിൽ സന്ദർശനം നടത്തി. ഇസ്രയേൽ പട്ടാളത്തിലെ നിർബന്ധിത സേവനം കഴിഞ്ഞ് കിട്ടിയ 8 ലക്ഷത്തോളം രൂപയുമായി ലോകം കാണാനിറങ്ങിയതായിരുന്നു ഷക്കർ. അങ്ങനെ അവർ തമ്മിലുണ്ടായ ആ പരിചയമാണ് ഇന്ന് വയനാടിനു വേണ്ടി 3 ലക്ഷം രൂപ സഹായം നൽകുന്നതിലേക്ക് എത്തിച്ചത്. പ്രളയകാലത്തും ഷക്കർ പ്രവീൺ വഴി CMDRFലേക്ക് 1 ലക്ഷം രൂപ സംഭാവന നൽകിയിരുന്നു. അങ്ങനെ ഒരു ഷക്കറിൽ മാത്രം ഒതുങ്ങുന്നതല്ല പ്രവീണിന്റെ സൗഹൃദ വലയം. ഷക്കർ സഹായം നൽകിയ അടുത്ത ദിവസം തന്നെ പ്രവീണിനെ ക്രിസ്റ്റീന വാട്സാപ്പിൽ ബന്ധപ്പെടുന്നു. അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്നറിഞ്ഞ വയനാടൻ ദുരന്തത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാനാണ് പ്രവീണിനെ കോണ്ടാക്ട് ചെയ്യുന്നത്. അതെ, ക്രിസ്റ്റീനയും ഒരു യാത്രാസ്നേഹിയാണ്. പ്രവീണിന്റെ സ്ഥിതി യാത്രക്കിടയിൽ പരിചയപ്പെട്ട അമേരിക്കക്കാരിയാണ് ക്രിസ്റ്റീന. ഒരു ഫ്ലൈറ്റ് അറ്റൻഡന്റ് ആണ്. ക്രിസ്റ്റീന ന്യൂയോർക്കിൽ നിന്നും കൈറോയിലേക്കുള്ള ഫ്ലൈറ്റിൽ ബോർഡ് ചെയ്തതാണ്. ഇടയ്ക്കുള്ള ഒരു ബ്രേക്കിലാണ് പ്രവീണിന് മെസ്സേജ് അയച്ചത്. ആ ബ്രേക്കിൽ തന്നെ അവിടെയുള്ള ഒരു സുഹൃത്തിന് സംഭാവന ചെയ്യാനുള്ള തുക ഏൽപ്പിക്കുകയും ചെയ്തു. തന്നെ പ്രവീണിന് അക്കൗണ്ടിൽ പണം എത്തിയതായുള്ള ഇമെയിൽ കിട്ടി. $600 അയച്ചത്. ഏതാണ്ട് 50,370 രൂപ. ആ തുകയും കൃത്യമായി CMDRFലേക്ക് പ്രവീൺ സംഭാവനയായി നൽകി. 2 ദിവസം കഴിഞ്ഞ് ക്രിസ്റ്റീന വക മറ്റൊരു മെസ്സേജ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ചെക്ക് ചെയ്യുവാനാണ് പറഞ്ഞത്. കൈറോയിൽ നിന്നും നാട്ടിലെത്തി നേരിൽ കാണേണ്ടവരെ നേരിൽ കണ്ടും ഫോണിൽ സംസാരിച്ചവരിൽ നിന്നും അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നുമൊക്കെയായി സംഭരിച്ച 3 ലക്ഷത്തിലധികം രൂപ, അതായത് $3,800 പ്രവീണിന്റെ അക്കൗണ്ടിൽ എത്തിച്ചിട്ടുണ്ടവർ. അതും പ്രവീൺ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായി കൈമാറി. രണ്ട് ദിവസം കഴിഞ്ഞ് ക്രിസ്റ്റീന വക മറ്റൊരു മെസ്സേജ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ചെക്ക് ചെയ്യുവാനാണ് പറഞ്ഞത്. കെറോയിൽ നിന്നും നാട്ടിലെത്തി നേരിൽ കാണേണ്ടവരെ നേരിൽ കണ്ടും ഫോണിൽ സംസാരിച്ചും അമ്മയുടെയും അച്ഛനിൽ നിന്നുമൊക്കെയായി കളക്ട് ചെയ്ത 3 ലക്ഷത്തിൽ പരം രൂപ, അതായത് $3,800 പ്രവീണിന്റെ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട്. അതും പ്രവീൺ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൈമാറി. ഇങ്ങനെയൊക്കെയാണ് വയനാട്ടിലേക്ക് സഹായഹസ്തങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. രാജ്യങ്ങളുടെ ഭൗതിക അതിർത്തികൾക്കും അപ്പുറത്ത് മനുഷ്യസ്നേഹത്തിന്റെ ഏകീകൃത ഭാവമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പക്ഷേ ആ മാനവികതയെ ഏകീകരിക്കുന്നതിൽ പ്രവീൺ എന്ന മുണ്ടക്കയക്കാരന് കഴിയുന്നു എന്നതാണ് ഇതിൽ എടുത്തു പറയേണ്ട പ്രധാന കാര്യം. എല്ലാവരും യാത്രകൾ ചെയ്യുന്നവരാണ്. എന്നാൽ പ്രവീണിന്റെ യാത്രകൾ ശക്തമായ സൗഹൃദ വലയം സൃഷ്ടിച്ചുകൊണ്ട് മാനവികതയെ ഊട്ടിയുറപ്പിക്കാനുള്ള യാത്രകളായി മാറുന്നു. അതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. കിലോമീറ്ററുകൾ അപ്പുറത്തിരുന്ന് കേരളത്തിന് വേണ്ടി സഹായഹസ്തങ്ങൾ നീട്ടുന്ന സംഭവങ്ങൾ ഇനിയും തുടരട്ടെ. പ്രവീണും സുഹൃത്തുക്കളും സമൂഹത്തിന് മുന്നിൽ തുറന്നുവെച്ച ഈ പാഠം, ഈ ഒരു മാതൃക കൂടുതൽ ആളുകൾ ഏറ്റെടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു.